നടത്തുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള 2 സംഘങ്ങൾ കൂടി ഉടൻ എത്തും എന്ന വിവരം വരുന്നു. ബംഗളൂരുവിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ഉടൻ എത്തും എന്ന വിവരം വരുന്നു. മുഖ്യമന്ത്രി വയനാട്ടിൽ എത്തിയേക്കും എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ ഘട്ടം കഴിയുന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി വയനാട്ടിൽ എത്തും എന്ന വിവരം ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നു. ഗവർണർ ഇന്ന് വയനാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുള്ള സാഹചര്യമുണ്ട്. 6ഓളം മന്ത്രിമാർ അവിടെ തമ്പടിച്ച് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. ആദ്യഘട്ടം പൂർത്തിയായാൽ മുഖ്യമന്ത്രിയും വയനാട്ടിലെത്തും. ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ വൈകിട്ടെത്തി മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ നേരത്തെ വിലയിരുത്തിയിരുന്നു. മുഖ്യമന്ത്രി ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷം അവിടെ എത്തും എന്ന വിവരമാണ് വരുന്നത്. അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, ഇതുവരെ കണ്ടതിൽ കൂടുതൽ ദുഃഖകരമായ വാർത്തകൾ അവിടെ ഉണ്ട് എന്ന സൂചനകൾ നമ്മളോട് സംസാരിക്കുന്നവർ നൽകുന്നുണ്ട്. മുണ്ടക്കൈ ഇനിയും നമ്മളെ ഏറെ വേദനിപ്പിക്കും എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അവിടെ ആ ദുരന്ത മുഖത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ എത്തുന്ന ആളുകളുടെ ഒഴുക്ക് നിലയ്ക്കുന്നില്ല എന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും ഒടുവിൽ നിന്ന് അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്? താൽക്കാലിക പാലം നിർമ്മിച്ചു എന്നുള്ളതാണ്. ആ താൽക്കാലിക പാലം നിർമ്മിച്ചതോടെ പുഴയുടെ മറുകരയിൽ ഒറ്റപ്പെട്ടു നിന്നിരുന്ന ആളുകളെ ഇവിടേക്ക് സുരക്ഷിതരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അതേ സമയം തന്നെ ഈ എയർ ലിഫ്റ്റിംഗ് വഴി ഗുരുതരാവസ്ഥയിലുള്ള ഗർഭിണികളും അതേപോലെ പ്രായമായവർ, കുട്ടികൾ, അങ്ങനെ അടിയന്തരമായി എത്തിക്കേണ്ടവരെല്ലാം എയർ ലിഫ്റ്റിംഗ് വഴിയും എത്തിക്കാൻ സാധിച്ചു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രക്ഷാപ്രവർത്തനത്തിന് എല്ലാം നൽകിയവർ പറഞ്ഞിരിക്കുന്നത് മുണ്ടക്കൈ മേഖലയിൽ ഇന്ന് രാവിലെ അവർ കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ കണ്ടത് ഒരുപാട് മൃതദേഹങ്ങളാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ജീവനുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയതോടെ ഇനി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെ അവർ കണ്ടെത്തി മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുവാനാണ്. 22ഓളം മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ സ്ട്രക്ചർ തുണിയിലെല്ലാം തന്നെ കെട്ടിവെച്ച് സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ഇന്ന് രാത്രി തന്നെ കൊണ്ടുവരണം എന്ന ഒരു ആവശ്യമാണ് രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. കാരണം സമയം വൈകുന്തോറും മൃതദേഹങ്ങളുടെ അതിന്റെ അവസ്ഥ മാറും, അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും. ഇപ്പോൾ ഈ ആളുകളെ എല്ലാം തന്നെ ഇക്കരെ കടത്തിയതോടെ ഈ രക്ഷാപ്രവർത്തനം ഇനി നിർത്തരുത്, അവിടെയുള്ള മൃതദേഹങ്ങൾ കൂടി ഇവിടേക്ക് അടിയന്തരമായിട്ട് എത്തിച്ചേ തീരൂ എന്ന ഒരാവശ്യമാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. ഇവിടെ വലിയ പ്രതിസന്ധികളാണ് ഇനി കാത്തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടത് ജീവനുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതും ഇന്ന് ആദ്യ നോട്ടത്തിൽ കണ്ട ആളുകളെ രക്ഷപ്പെടുത്തുന്നതുമാണ്. പക്ഷെ ഇനിയാണ് യഥാർത്ഥ പ്രതിസന്ധി. കൂറ്റൻ പാറക്കെട്ടുകളും വലിയ മരങ്ങളും മണ്ണും എല്ലാം തന്നെ ഈ മേഖലയിലെല്ലാം വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇതിനെല്ലാം അടിയിൽ എത്ര പേരുണ്ടെന്നോ എവിടെയുണ്ടെന്നോ ആർക്കും തന്നെ അറിയാത്ത സാഹചര്യമാണുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇനിയുള്ള ദിവസങ്ങളിൽ എവിടെയെല്ലാം കേന്ദ്രീകരിച്ച് ഈ തെരച്ചിൽ നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. എത്ര മേഖലകളിൽ, ഏതെല്ലാം മേഖലകളിൽ എങ്ങനെ നടത്തണം എന്ന ചോദ്യമാണ് ഉയർന്നത്. മണ്ണിനടിയിൽ എത്ര ആഴത്തിലായിരിക്കും ഇവരുടെ മൃതശരീരങ്ങൾ എന്ന് അറിയില്ല. കാരണം എത്ര പേരുണ്ടെന്ന് തന്നെ അറിയുകയില്ല. കവളപ്പാറയെല്ലാം തന്നെ കൃത്യമായിട്ട് ആ ഒരു പ്രദേശം ഒറ്റ മേഖലയിലായിരുന്നു ആ ദുരന്തം എന്നതുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികൾക്ക് കൃത്യമായ ധാരണ ആ മേഖലയിലെ വീടുകളെക്കുറിച്ചും ആ മേഖലയിലെ വീടുകളിലെ ആളുകളെക്കുറിച്ചും എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു മേഖലയിൽ മാത്രമല്ല 15 കിലോമീറ്റർ ദൂരത്തോളം ഈ ഒരു ഉരുൾപൊട്ടലിന്റെ നാശം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എവിടെയെല്ലാം ആരെല്ലാം ഉണ്ട് എന്നോ എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നോ ഒരു തരത്തിലും ഒരു ധാരണയും ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് തന്നെയാണ് ഇനിയുള്ള തെരച്ചിലിൽ നൽകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മരണസംഖ്യ എത്രത്തോളം ഉയരുമെന്ന് ആർക്കും പ്രവചിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്നാണെങ്കിലും ഈ ഒരു തെരച്ചിൽ നാളെ ഏത് മേഖലയിൽ നിന്ന് പുനരാരംഭിക്കുമെന്നതാണ് കണ്ടറിയുന്നത്. കാരണം എല്ലാം ഒരേപോലെ പ്രധാനപ്പെട്ട മേഖലകളാണ്. എല്ലായിടത്തും മണ്ണും പാറക്കെട്ടുകളും കൂറ്റൻ മരത്തടികളും എല്ലാം തന്നെ കൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എവിടെ നിന്നായിരിക്കും ഈ തെരച്ചിൽ തുടങ്ങുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ചികിത്സയ്ക്ക് രക്ഷപ്പെട്ടവർക്ക് ഇപ്പൊ താൽക്കാലിക ആശുപത്രികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് ഈ ഒരു മേഖലയിലെ പള്ളിയും അതുപോലെ തന്നെ മദ്രസയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് താൽക്കാലിക ആശുപത്രികൾ
ഒരുക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം പ്രാഥമിക ചികിത്സകൾക്ക് അതിനുശേഷം ക്യാമ്പുകളിലേക്ക് ഇവർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ഈ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ അത് എവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന ആവശ്യം നിലവിൽ തന്നെ പ്രതിപക്ഷ നേതാവടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ ഒരു നയപരമായ തീരുമാനം വരേണ്ടതുണ്ട്. എന്തുതന്നെയാണെങ്കിലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാകും ഈ ഇവിടെ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്, ഇന്നലെ രാത്രി സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മരണസംഖ്യ എത്രത്തോളം ഉയരുമെന്ന കാര്യത്തിൽ ആർക്കും ഒന്നും തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥ